അരനൂറ്റാണ്ട് മുമ്പേ മലയാളിയെ വിസ്മയിപ്പിക്കാൻ തുടങ്ങിയതാണ് രക്തരക്ഷസ് എന്ന നാടകം. 2006 കോഴിക്കോട് മാത്രം ഏകദേശം 8 മാസത്തോളം നാടകം കളിച്ചു. 20 കൊല്ലത്തിന് ശേഷം കോഴിക്കോട് വീണ്ടും രക്തരക്ഷസ് എത്തുകയാണ്. അതിൻ്റെ സംവിധായകൻ അനന്തപത്മനാഭനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം സർ. ഏകദേശം 10-20 വർഷത്തിന് ശേഷമാണ് വീണ്ടും രക്തരക്ഷസ് കോഴിക്കോടേക്ക് വരുന്നത്. എങ്ങനെയാണ് പുതിയ കാലത്തിലേക്ക് പഴയ ഒരു നാടകത്തെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് വരെ ഇതൊരു പഴയ നാടകം എന്ന് എനിക്ക് ഫീലേ ചെയ്തിട്ടില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ കലാനിലയത്തിൻ്റെ ഈ രക്തരക്ഷസ് എന്ന് പറഞ്ഞ നാടകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ രക്തരക്ഷസ് എന്ന് പറഞ്ഞ നാടകം 1973 അച്ഛൻ ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചത് ഈ നാടകം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ വെച്ച് നോക്കുമ്പോൾ അന്ന് മറ്റുള്ള ഒരു നാടകത്തിലും ഒരു വേദിയിലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ രക്തരക്ഷസിൽ അച്ഛൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം വേദിയിൽ പ്ലെയിൻ വന്നിറങ്ങുക, കാറ് വരിക, അതൊക്കെ വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ എന്നും പ്രേക്ഷകർക്ക് അത്ഭുതം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് അച്ഛൻ 1980 മരിച്ചത്. അതിനുശേഷം 2003 ഞാനിത് റിവൈവ് ചെയ്തത്. എൻ്റെ കൂടെ അന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജഗതിച്ചേട്ടനും കൂടിയാണ് എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. കാരണം ജഗതിച്ചേട്ടൻ്റെ അച്ഛനാണ് ഈ നാടകങ്ങളൊക്കെ, ഈ ഞങ്ങളുടെ ഒരു 99% നാടകവും ജഗതിച്ചേട്ടൻ്റെ അച്ഛനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജഗതിച്ചേട്ടനും എന്നെപ്പോലെ ഈ നാടകവും നാടക പ്രസ്ഥാനവും കലാനിലയമായിട്ടും എല്ലാമായിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നു. ജഗതിച്ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച് തുടങ്ങിയതും കലാനിലയം നാടകങ്ങളിൽ കൂടിയാണ്. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, നമുക്ക് നീ തുടങ്ങുമ്പോൾ എപ്പോഴും ഞാനുണ്ടാവും എന്നുള്ളൊരു എപ്പോഴും പറയും. പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കില്ലായിരുന്നു. കാരണം അച്ഛൻ്റെ കൂടെ അച്ഛനും അമ്മയും കൂടിയാണ് അന്ന് കലാനിലയം നാടകം റൺ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കറിയാമല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ എന്താണെന്നറിയാം. അതുകൊണ്ട് അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പോൾ നാടകം നടത്താൻ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെ ജഗതിച്ചേട്ടൻ വന്ന് അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് നാടകം വീണ്ടും തുടങ്ങാൻ പറ്റിയത്. അങ്ങനെയാണ് 2003 കലാനിലയം വീണ്ടും റിവൈവ് ചെയ്തത്. അപ്പോൾ വീണ്ടും റിവൈവ് ചെയ്തപ്പോൾ എല്ലാവരും കളിയായി. കാരണം അച്ഛൻ മരിക്കുന്ന 1980 കാലഘട്ടത്തിൽ ചാനലുകളില്ല. പിന്നെ അച്ഛൻ ഇതിനെ ഒരു എന്താ പറയുക, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് ഞാൻ വീണ്ടും ഈ 2003 തുടങ്ങുമ്പോൾ ചാനലുകൾ വന്നു, സീരിയലുകൾ വന്നു. അന്ന് നാടകങ്ങൾ അമ്പലപ്പറമ്പിൽ ഫ്രീ ആയിട്ട് കളിക്കുന്ന നാടകങ്ങൾ പോലും സീരിയലിൻ്റെ സമയത്തിനനുസരിച്ചാണ് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. സിനിമകൾ 1970 കാലം 80 കാലത്തും സിനിമ പോലും കലാനിലയത്തിൻ്റെ അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. 2003 ആയപ്പോൾ സിനിമ വളരെയധികം പുരോഗമിച്ചു. ചാനൽ വന്നു, സീരിയൽ വന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഇത്രയും പഴക്കമുള്ള ഒരു നാടകം വീണ്ടും കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ കളിയാക്കി. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാനിലയം എന്ന് പറയുന്ന 11 അക്ഷരം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്നൊരു വിശ്വാസമാണ് എന്നെക്കൊണ്ട് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ പ്രേരണ നൽകിയത്. പക്ഷേ ആ വിശ്വാസം സത്യം പറഞ്ഞാൽ അത് വിജയിക്കുക തന്നെ ചെയ്തു. 2003 അത് ആദ്യം തിരഞ്ഞെടുത്ത നാടകവും രക്തരക്ഷസായിരുന്നു. കാരണം കലാനിലയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന 2 നാടകങ്ങൾ രക്തരക്ഷസും കടമറ്റത്ത് കത്തനാരുമാണ്. ഐതിഹ്യമാലത്തെ ചെറിയൊരു കഥയാണ് കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന സംഭവം. അതിനെ ആദ്യമായിട്ടൊരു കലാരൂപമായിട്ട് ആദ്യം കൊണ്ടുവന്ന അച്ഛനാണ് അതിൻ്റെ വിജയസാധ്യത മനസ്സിലാക്കി. നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനുശേഷമാണ് എത്രയോ സിനിമകൾ വന്നു, സീരിയലുകൾ വന്നു. ഇപ്പോൾ ലാസ്റ്റ് ജയസൂര്യ വെച്ച് സിനിമ എടുക്കണം. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക്, അത് 1960 62-63 കാലഘട്ടത്തിലാണ് അച്ഛൻ അത് പ്ലാൻ ചെയ്ത് നാടകം കൊണ്ടുവന്നത്. 1973 രക്തരക്ഷസ് ആദ്യ പ്രദർശനം തുടങ്ങുന്നത് അല്ലേ? അതിനുശേഷം ഏകദേശം 53 വർഷത്തോളമായി. അതെ. ഇന്നും എങ്ങനെയാണ് അതിനെ ഹിറ്റാക്കി നിലനിർത്തുന്നത്? എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നാടകത്തിൽ ഞാൻ വരുത്തി. കാരണം അന്ന് അച്ഛൻ 1973 എടുത്ത അതേ നാടകം ഇന്നും അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പുതിയ തലമുറ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് പുതിയ തലമുറയാണ്. അപ്പോൾ ഒരു പുതിയൊരു ഒരു നാടകം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞത് പഴയ തലമുറയെ ആൾക്കാർക്കതൊരു മനസ്സിൽ ഇത് അത്രയും ഉറച്ചൊരു നാടകമാണ്. അപ്പോൾ അവർക്ക് പൂർണ്ണ സംതൃപ്തി കൊടുക്കണം. അതേപോലെ ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ വലിയ സിനിമകളും മറ്റുള്ള കലാരൂപങ്ങളും കണ്ടിട്ടുള്ള പുതിയ തലമുറ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും വേണം. അവർക്കൊരു അത്ഭുതം സൃഷ്ടിക്കുകയും വേണം. അപ്പോൾ ഇതിന് രണ്ടിനും കോട്ടം വരുത്താതെ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിരുന്നു. അത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എന്നെക്കൊണ്ട് അത് സാധിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിനകത്ത് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി. കോവിഡിന് ശേഷം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചിട്ടാണ് ഏരീസ് കലാനിലയം എന്നുള്ള പേരിലാണ് ഇപ്പോൾ നാടകം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഏരീസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സോഹൻ റോയ് സാറും ഞാനും കൂടിയാണ് ചേർന്നിട്ടാണ് ഇപ്പോൾ നാടകം അവതരിപ്പിക്കുന്നത്. കാരണം
ഇനിയുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നെങ്കിൽ അത്തരം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെയും കൂടി സഹായം ഉണ്ടെങ്കിൽ നമുക്കിത് പുറത്തേക്ക് കൊണ്ടുപോകാനും മറ്റുള്ള കുറേയും കൂടി എന്താ പറയുക മാറ്റങ്ങൾ വരുത്തി ടെക്നിക്കലി ഹൈടെക് ആക്കി കൊണ്ടുവരാൻ ഇത്തരം സഹകരണങ്ങൾ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ അദ്ദേഹം ഒരു വ്യവസായി ആണെങ്കിൽ കൂടി അത് ഭയങ്കര കലാകാരനും കൂടിയാണ്, ഭയങ്കര പാഷനേറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ സ്വപ്നത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും കൂടി വലിയൊരു സപ്പോർട്ടാണ് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ കലാനിലയം 2000 തുടങ്ങാൻ പറ്റിയതും നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ജഗതിച്ചേട്ടൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു സപ്പോർട്ടാണ് വീണ്ടും കൊണ്ടുവരാൻ പറ്റിയത്. ഒരു കാലത്ത് രക്തരക്ഷസ് ഒറ്റയ്ക്ക് കാണാൻ വെല്ലുവിളിച്ച പോസ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അത് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ലോകത്ത് ഭയം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇല്ല. ഭയം എല്ലാവരിലും ഉണ്ടെങ്കിൽ എന്ത് സുന്ദരമായിരുന്നു സത്യം പറഞ്ഞു. അപ്പോൾ ഭയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മനുഷ്യൻ്റെ ഒരു സിനിമ കാണാൻ പോയാൽ തന്നെ അവർ ആദ്യം വന്ന് പറഞ്ഞത് അതിൻ്റെ കഥയെ പറ്റിയല്ല, അതിൻ്റെ വിഷ്വൽസ് ഉഗ്രമാണ്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഭയങ്കരമാണ് അല്ലേ. ഇപ്പോൾ കാന്താരി ആയാലും മറ്റുള്ളത് അതിൻ്റെ വിഷ്വൽസിനെ പറ്റിയും അതിൻ്റെ സൗണ്ട് എഫക്ട്സിനെ പറ്റിയാണ് ആൾക്കാർ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതിനകത്ത്. അതായത് ഈ രക്തരക്ഷസ് പഴയ നാടകത്തിൽ നിന്ന് അതിൻ്റെ സെറ്റിങ്സിലായാലും അതിൻ്റെ ശബ്ദ ക്രമീകരണങ്ങളിലായാലും വിഷ്വൽ ട്രീറ്റിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അതേപോലെ ഈ പഴയ കാണുന്ന രക്തരക്ഷസ് 2 ഭാഗങ്ങളായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പം രക്തരക്ഷസ് ചാപ്റ്റർ 1 വരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇനി വരും, അതായത് പ്രീക്വലാണ്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തുള്ള കുറേ ഹാസ്യരംഗങ്ങളുണ്ട്. അന്നെല്ലാം ഇന്ന് പൂജപ്പുര രവി എന്ന് പറഞ്ഞ നടനെ സിനിമയിലേക്ക് വരാൻ കാരണം രക്തരക്ഷസിലെ തിരസ്കരണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ചീനുപ്പട്ടർ എന്നൊരു കഥാപാത്രം കണ്ടിട്ടാണ് ഹരിഹരൻ സാറും ഗൃഹലക്ഷ്മിയും അവരെ എടുത്തുകൊണ്ട് പോയി അന്ന് സിനിമയിലേക്ക് കൊണ്ടുപോയത്. അത്രയും ഫേമസ് ആയിരുന്നു. പക്ഷേ അന്നത്തെ കോമഡി ഇന്നത്തെ തലമുറയ്ക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് അന്നത്തെ കോമഡി സീൻസൊക്കെ മാറ്റി അതിന് പകരം നമ്മൾ കൂടുതൽ ടെമ്പോ ഉള്ള സീൻസ് ആഡ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൻ്റെയും കൂടി കുറേ ലിങ്കുകൾ ഇപ്പം നാടകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ നാടകം കാണുമ്പോൾ ഈ തലമുറയ്ക്ക് അതിനൊരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യും. പിന്നെ അതിൽ സെറ്റിങ്സ് അന്ന് വരച്ച സെറ്റിങ്സുകളായിരുന്നു കൂടുതലുള്ളത്. അത് കംപ്ലീറ്റ് വരച്ച സെറ്റിങ്സിനേക്കാളും കൂടുതൽ നമ്മളിപ്പോൾ 3D ടൈപ്പുള്ള ഫിലിമിലൊക്കെ നിങ്ങൾ കാണുന്ന പോലത്തെ സെറ്റിങ്സുകൾ ആഡ് ചെയ്തു. പിന്നെ വിഷ്വൽ എഫക്ട്സുകൾ അതും പണ്ടത്തെക്കാളും നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി. വിഷ്വൽ എഫക്ട്സിലും കുറേ പുതുമകൾ വരുത്തി. 7.1 നമ്മളിപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതും ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ സംഭവം. കാരണം ഇതിനകത്ത് ഡയലോഗൊക്കെ ലൈവായിട്ടാണ് പറയുന്നത്. അത് ആൾക്കാർക്ക് വലിയ അത്ഭുതമാണ്, അത്രയും ക്ലിയറാണ്. അപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിന് ഞങ്ങൾ അനൗൺസ് ചെയ്യും ഇതിലത്തെ കഥാപാത്രങ്ങൾ ഡയലോഗുകൾ ലൈവായിട്ടാണ് പറയുന്നത് എന്നുള്ളത് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ അപ്പം ലൈവായിട്ട് പറയുകയും വേണം, അറ്റ് എ ടൈം റെക്കോർഡിംഗ് ഉണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ട്, ഇതെല്ലാം കൂടി അറ്റ് എ ടൈം വരിക എന്ന് പറഞ്ഞത് വളരെ ഒരു ചലഞ്ചിങ് ആണ്. അത് ഇന്നുവരെ ഒരു നാടകത്തിലും ചെയ്തു നോക്കിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ 7.1 നിങ്ങൾക്കൊരു കാന്താര സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ സൗണ്ട് എഫക്ട്സ് ആണ് നിങ്ങൾക്ക് രക്തരക്ഷസ് ഇപ്പം നമ്മുടെ തിയേറ്ററിൽ കാണുന്നത്. പിന്നെ തിയേറ്റർ കംപ്ലീറ്റ് AC ആണ്, കംപ്ലീറ്റ് AC തിയേറ്ററാണ്. പിന്നെ ഫ്രണ്ട് മുഴുവൻ പുഷ് ബാക്ക് സീറ്റാണ്. സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഒരു ലൈവ് ഫിലിം കാണാവുന്ന ഒരു എഫക്റ്റാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. വിമാനങ്ങൾ സ്റ്റേജിലേക്ക് വരുന്നു, അതുപോലെ അങ്ങനത്തെ വമ്പൻ സംവിധാനങ്ങളാണ് നിങ്ങളുടെ നാടകങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. സിനിമയാണെന്ന് നമുക്കറിയാം, റെക്കോർഡ് ചെയ്ത് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നാടകത്തിൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഈ വിമാനമൊക്കെ ഞാൻ പറഞ്ഞില്ലേ 1973 കാറും വിമാനമൊക്കെ സ്റ്റേജിൽ വന്നിരുന്നു. പക്ഷെ അത് വിമാനമൊക്കെ വരച്ച വിമാനമായിരുന്നു. കാറ് ഒറിജിനൽ കാറ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഇനി അതേപോലെ തന്നെ അവതരിപ്പിച്ച ആൾക്കാർക്കൊരു വിരസത അനുഭവിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ കൂടിയാണ് പ്ലെയിൻ, നിങ്ങളുടെ ഓഡിയൻസിൻ്റെ തലയുടെ മുകളിൽ കൂടെ പ്ലെയിൻ വന്ന് സ്റ്റേജിലേക്ക് വരും. അതുപോലെ പ്ലെയിൻ എന്ന് പറഞ്ഞപ്പോൾ വരച്ച പ്ലെയിൻ അല്ല, ശരിക്കും പ്ലെയിൻ നമ്മളൊരെണ്ണം ഉണ്ടാക്കി ലൈവായിട്ടൊരു പ്ലെയിനാണ് വരുന്നത്. ശരിക്കും 3D എഫക്റ്റുള്ള പ്ലെയിനാണ് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ അതുപോലെ മറ്റുള്ള എല്ലാ രീതിയിലുള്ള സെറ്റിങ്സും മാറ്റിയിട്ടുണ്ട്. 3D എഫക്റ്റിലുള്ള സെറ്റിങ്സാണ് വരുന്നത്. അതിലത്തെ ഡ്രീം സീൻ തന്നെ ഇപ്പോൾ ആ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം, ഡ്രീം സീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വീണ്ടും വീണ്ടും ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അവതരണ ഗാനം സൽക്കലാദേവിത എന്നുള്ള പറഞ്ഞത് അത് വളരെ പ്രശസ്തമായ അവതരണ ഗാനമാണ്. അപ്പോൾ ആദ്യം വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ആദ്യം വന്ന ആൾക്കാർ ചോദിക്കണം സൽക്കലാദേവിത ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഇപ്പോൾ കോഴിക്കോട് നാടകം കളിക്കുമ്പോൾ കോഴിക്കോടത്തെ ജനങ്ങൾ മാത്രമല്ല നാടകം കാണാൻ വരുന്നത്, എത്രയോ ദൂരത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുന്നംകുളത്ത് നാടകം കളിച്ചപ്പോൾ പാലക്കാട് നിന്ന് വരുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് സ്റ്റേ ചെയ്ത് നാടകം കണ്ടിട്ടുണ്ട്, ബോംബെയിൽ നിന്ന് വന്നിട്ട്. ഇപ്പോൾ ലാസ്റ്റ് കുന്നംകുളത്ത് വന്നപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം, UN എക്കണോമിക് അഡ്വൈസറാണ് അദ്ദേഹം നാടകം കാണാൻ വന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്ററാണ് ബ്രോഡ്വേ തിയേറ്റർ എന്ന് പറയുന്നത്, ഏറ്റവും ടെക്നോളജിയൊക്കെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിക്കുന്നതിൻ്റെ അടുത്താണ് ഈ ബ്രോഡ്വേ തിയേറ്റർ. അപ്പോൾ അദ്ദേഹം എൻ്റെ ബൈറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഒരുപക്ഷെ ബ്രോഡ്വേ തിയേറ്ററേക്കാളും അത്ഭുതങ്ങളാണ് ശരിക്കും കലാനിലയത്തിൻ്റെ നാടകത്തിൽ ഞാൻ കണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ബൈറ്റ് നമ്മുടെ പേജിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണല്ലോ. ഈ പേടിപ്പിക്കുക എന്നതിനപ്പുറം രക്തരക്ഷസ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? അല്ല, ഇതിനകത്തുള്ള ഏറ്റവും വലിയ പക്ഷേ ഇതിൻ്റെ ഒരു കഥ നാടകം കണ്ട ആൾക്കാർക്ക് അറിയാം. ഇതൊരു സയൻറ്റിഫിക് എററാണ് ഇതിനകത്ത് വരുന്നത്. ഒരു അച്ഛൻ്റെ പരീക്ഷണത്തിൻ്റെ ഒരു മരുന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു കൊടുത്തില്ല, പക്ഷേ അവളത് കണ്ടുപിടിച്ചിട്ട് ആ മരുന്ന് ഉപയോഗിച്ച് വിരൂപിയായ മകള് സുന്ദരിയാവുന്നതാണ്. അപ്പം അതിനകത്ത് പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ നാടകത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രകൃതിയെ വെല്ലുവിളിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയൊരു വിപത്ത് വരും എന്നുള്ളതാണ് ഇതിനകത്ത് ചെറിയൊരു സന്ദേശം. പിന്നെ ഇതിനകത്ത് ഒരു യക്ഷിയാണെങ്കിൽ പോലും, ഇങ്ങനെ രക്തരക്ഷസ് ആണെങ്കിൽ പോലും അവൾക്കും ഒരു മാതൃത്വമുണ്ട്. ഒരു കുട്ടിയെ കൊച്ചു കുട്ടിയെ പോലും കൊല്ലാൻ എടുത്തു കഴിയുമ്പോൾ അവളുടെ ഒരു മാതൃത്വം, ഇത് യക്ഷിയല്ലല്ലോ, ഇത് ഞാൻ പറയും, ഇതൊരു യക്ഷിയല്ല, അവളുടെ ഒരു മാതൃത്വമുണ്ട്. അപ്പോൾ അവൾ ആ കുട്ടിയെ കൊല്ലാണ്ട് തിരിച്ചു വയ്ക്കും. അപ്പം രക്തരക്ഷസിന് പോലും അനുകമ്പയും കരുണയും ഉണ്ട് എന്നാണ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തതും അതല്ലേ, സ്നേഹവും കരുണയൊക്കെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും ആലോചിച്ച് നോക്കും, ഓരോ ആൾക്കാരെ കെട്ടിമുറിച്ച് പോകുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ രക്തരക്ഷസിന് പോലും ആ ഒരു കരുണയുണ്ട് എന്ന് കാണിക്കുന്നതാണ്. അപ്പം പ്രകൃതിയെ എതിർത്ത് എന്തെങ്കിലും ചെയ്താൽ അവിടെ ഒരു ഇത് വരും എന്നുള്ളതാണ് നമ്മളിതിനകത്ത് കാണിക്കുന്ന സന്ദേശം. പിന്നെ ഇത് പക്കാ ഒരു എൻ്റർടൈനർ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജനങ്ങളെ എന്താ പറയുക, 2.25 മണിക്കൂർ ഒരു മായാലോകത്തേക്ക് കൊണ്ടുവരിക, അതിനകത്ത് അവരെ കണ്ണും ചെവിയും അതിൽ നിന്നും മാറാതെ ഇത്രയും നേരം നാടകം കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏതായാലും കോഴിക്കോടെന്ന് പറയുന്നത് കലാനിലയത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ക്യാമ്പുകൾ ഉണ്ടായിട്ടുള്ളതും ഏറ്റവും നല്ല കലാകാരന്മാരുള്ളത്, പിന്നെ നാടകത്തിന് ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ഒരു സ്ഥലമാണ് കോഴിക്കോടെന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങളുടെ പല നാടകങ്ങളും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നാടകം സമയം നടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഏതായാലും കോഴിക്കോട്ടെ പ്രേക്ഷകർ, കലാസ്നേഹികൾ ഇതിലെ വീണ്ടും നെഞ്ചിലേറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം.